ഷഹനാസ് നമുക്ക് പോകേണ്ട ഡൽഹിയിൽ. ഷഹനാസ്, വെരി ഗുഡ് മോർണിംഗ് ഷഹനാസ്. നമ്മുടെ ഇന്നലത്തെ ചർച്ചയും താങ്കളുടെ തുറന്നു പറച്ചിലും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തായതിന് കാരണമാണെന്ന് കരുതുന്നുണ്ടോ ഷഹനാസ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തായത് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നൊന്നും അല്ല. സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഞാൻ. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ DCC പ്രസിഡന്റ് ആയിട്ടുള്ള പ്രവീൺ കുമാർ കാലങ്ങളായിട്ട് എന്നെ പ്രതിരോധിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും എന്നെ കോഴിക്കോടിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത് കോഴിക്കോട് ഗ്രൂപ്പിൽ നിന്നാണ്. സ്റ്റേറ്റിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? തുടരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രതികരണങ്ങൾ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ഇങ്ങനെ തുറന്നു പ്രതികരിച്ചതിന് ശേഷം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോ ആരെങ്കിലും ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നോ ഫോണിൽ? ഇല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? സംസ്കാര സാഹിതി സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഈ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നഷ്ടപ്പെട്ടാൽ അത് ഷഹനാസിനൊരു വിഷമമാവില്ലേ? ഒരു സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന പദവികളാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, ഷഹനാസ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഷഹനാസ് ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണോ ഇപ്പോഴും? ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഷഹനാസ്. താങ്ക് യു. ഷഹനാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. ഷഹനാസ് ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് ഷഹനാസ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഈ കോൺഗ്രസിന്റെ സാംസ്കാരിക സാഹിതി എന്ന സംഘടനയിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇപ്പോൾ ഷഹനാസിനെ പുറത്താക്കിയിരിക്കുന്നത്. DCC പ്രവീൺ കുമാറാണ് തന്നെ പ്രതിരോധിക്കുന്നത് എന്നാണ് ഷഹനാസ് ഇപ്പോൾ ആരോപിക്കുന്നത്. കാത്തിരിക്കട്ടെ. അതേസമയം സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോഴും ഷഹനാസ് തുടരുന്നുണ്ട്. ഷഹനാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കുകയോ അതൊരു തുടർ ചർച്ചകൾക്ക് വിധേയമാക്കുകയോ ചെയ്യാതെ ഷഹനാസിനെ മാറ്റിയത് ശരിയാണോ? പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, നമ്മളിതിൽ ഇടപെടാൻ ആരുമല്ല.